ഭാഗം 25. പാൽ സംസ്കരണത്തിലെ സാങ്കേതിക വിദ്യകൾ. മോർ ഓൺ പ്രോസസ്സിംഗ്. 87. പാലിലെ ദുർഗന്ധം നീക്കം ചെയ്യാൻ ഉപയോഗിക്കുന്ന പ്രക്രിയ ഏതാണ്? ഉത്തരം വാക്വം ഡി എയറേഷൻ. വാക്യൂം ഡി എയറേഷൻ. 88. പാസ്ചറൈസേഷന് ശേഷം പാൽ എത്ര ഡിഗ്രി സെൽഷ്യസിലേക്ക് ഉടൻ തണുപ്പിക്കണം? ഉത്തരം 4 അല്ലെങ്കിൽ അതിൽ താഴെ. 89. പാലിനെ അൾട്രാ ഹൈ ടെമ്പറേച്ചറിൽ UHT ചൂടാക്കിയ ശേഷം പാക്ക് ചെയ്യുന്ന രീതി. ഉത്തരം അസെപ്റ്റിക് പാക്കേജിംഗ്. അസെപ്റ്റിക് പാക്കേജിംഗ്. 90. ക്രീം സെപ്പറേറ്ററിലെ ഡിസ്കുകൾ എന്തിനാണ് ഉപയോഗിക്കുന്നത്? ഉത്തരം പാലൊഴുകുന്ന ഉപരിതല വിസ്തീർണം വർദ്ധിപ്പിക്കാനും ക്രീം വേർതിരിക്കൽ വേഗത്തിലാക്കാനും. ഭാഗം 26. ഗുണനിലവാര പരിശോധന രണ്ടാം ഘട്ടം. 91. പാലിലെ കട്ടി വിസ്കോസിറ്റി അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം. ഉത്തരം വിസ്കോമീറ്റർ. വിസ്കോമീറ്റർ. 92. പാലിൽ ഫോർമാലിൻ ചേർത്തിട്ടുണ്ടോ എന്ന് പരിശോധിക്കുന്നത് എന്തിനാണ്? ഉത്തരം പാൽ കേടാകാതിരിക്കാൻ ചേർക്കുന്ന പ്രിസർവേറ്റീവ് ആണോ എന്ന് കണ്ടെത്താൻ. 93. പാലിലെ ലാക്ടോസിന്റെ അളവ് കുറയുമ്പോൾ പാലിന്റെ രുചിയിൽ എന്ത് മാറ്റം വരും? ഉത്തരം ഉപ്പുരസം. സാൾട്ടി ടേസ്റ്റ് കൂടും. മിക്കവാറും അകിട് വീക്കം അല്ലെങ്കിൽ മസ്റ്റൈറ്റിസ് ഉള്ള പശുക്കളുടെ പാലിൽ. 94. പൈപ്പറ്റ് ലാബിൽ എന്തിനാണ് ഉപയോഗിക്കുന്നത്? ഉത്തരം കൃത്യമായ അളവിൽ ദ്രാവകങ്ങൾ അളന്നെടുക്കാൻ. ഭാഗം 27. അടിസ്ഥാന ഗണിതം. ബേസിക് മാത്തമാറ്റിക്സ് പാർട്ട് ബി. 95. 500 ലിറ്റർ പാലിനെ 500 മില്ലി ലിറ്റർ പാക്കറ്റുകളിലാക്കിയാൽ ആകെ എത്ര പാക്കറ്റുകൾ ലഭിക്കും? ഉത്തരം 1000 പാക്കറ്റുകൾ. 500 × 0.5 = 1000. 96. 1 കിലോ ലിറ്റർ എന്നാൽ എത്ര ലിറ്റർ ആണ്? ഉത്തരം 1000 ലിറ്റർ. 97. പാലിന്റെ വില ലിറ്ററിന് 50 രൂപയാണെങ്കിൽ 2.5 ലിറ്റർ പാലിന്റെ വില എത്ര? ഉത്തരം 125 രൂപ. 50 ടൈംസ് 2.5. 98. ഒരു വൃത്തത്തിന്റെ ചുറ്റളവ് സർക്കംഫറൻസ് കാണാനുള്ള സൂത്രവാക്യം. ഉത്തരം 2πr. ഭാഗം 28. അടിസ്ഥാന ഇംഗ്ലീഷ്. ബേസിക് ഇംഗ്ലീഷ് പാർട്ട് ബി. 99. മിൽക്ക് ഇസ് എ അണ്ടർസ്കോർ ഫുഡ്. ശരിയായ വാക്ക് ചേർക്കുക. കംപ്ലീറ്റ്. കംപ്ലീറ്റിംഗ്. കംപ്ലീറ്റ്ലി. ഉത്തരം കംപ്ലീറ്റ്. 100. ഡയറി എന്ന വാക്കിന്റെ ശരിയായ സ്പെല്ലിംഗ് ശ്രദ്ധിക്കുക. ഉത്തരം പലപ്പോഴും ഡയറി എന്ന് തെറ്റായി എഴുതാറുണ്ട്. 101. കൗ എന്ന വാക്കിന്റെ ബഹുവചനം പ്ലൂറൽ എന്ത്? ഉത്തരം കൗസ്. ഭാഗം 29. പ്രഥമ ശുശ്രൂഷയും സുരക്ഷയും. സേഫ്റ്റി ആൻഡ് ഫസ്റ്റ് എയ്ഡ്. 102. പ്ലാന്റിലെ ഗ്യാസ് ചോർച്ചയുണ്ടായാൽ ആദ്യം ചെയ്യേണ്ടതെന്ത്? ഉത്തരം എമർജൻസി അലാറം മുഴക്കുകയും മാസ്ക് ധരിക്കുകയും ചെയ്യുക. 103. രക്തസ്രാവം തടയാൻ മുറിവിനു മുകളിൽ കൊടുക്കുന്ന മർദ്ദം എന്ത് വിളിക്കപ്പെടുന്നു? ഉത്തരം ഡയറക്റ്റ് പ്രഷർ. ഡയറക്റ്റ് പ്രഷർ. 104. പ്ലാന്റിൽ ഉപയോഗിക്കുന്ന അഗ്നിശമന ഉപകരണം ഫയർ എക്സ്റ്റിംഗ്വിഷർ ഏതു തരത്തിലുള്ള തീ അണയ്ക്കാനാണ്? ഉത്തരം തീയുടെ ഉറവിടമനുസരിച്ച്. ഉദാഹരണത്തിന് ഇലക്ട്രിക്കൽ തീയാണെങ്കിൽ CO_2 എക്സ്റ്റിംഗ്വിഷർ. ഭാഗം 30. പ്ലാന്റ് അസിസ്റ്റന്റ് മൈനസ്. പൊതുവായ അറിവ്. 105. പ്ലാന്റിലെ പൈപ്പുകൾ ഏത് ലോഹം കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്? ഉത്തരം സ്റ്റെയിൻലെസ് സ്റ്റീൽ. സാധാരണയായി SS304 അല്ലെങ്കിൽ SS316 ഗ്രേഡ്. 106. സ്റ്റെയിൻലെസ് സ്റ്റീൽ ഉപയോഗിക്കാൻ കാരണം എന്ത്? ഉത്തരം തുരുമ്പ് പിടിക്കില്ല. കൊറോഷൻ റെസിസ്റ്റന്റ്. വൃത്തിയാക്കാൻ എളുപ്പമാണ്. 107. പാലിനെ പാക്കറ്റുകളിലാക്കുന്ന പ്ലാസ്റ്റിക് ഫിലിം ഏത് മെറ്റീരിയൽ കൊണ്ടുള്ളതാണ്? ഉത്തരം LDPE. ലോ ഡെൻസിറ്റി പോളിയെഥിലീൻ. ഇപ്പോൾ നമ്മൾ 107. ഭാഗം 31. വിവിധ തരം പാലുകൾ. ടൈപ്സ് ഓഫ് മിൽക്ക്. 108. ടോണ്ട് മിൽക്കിൽ ടോണ്ട് മിൽക്ക് അടങ്ങിയിരിക്കേണ്ട കുറഞ്ഞ കൊഴുപ്പ് ഫാറ്റ് എത്ര? ഉത്തരം 3.0%. 109. ഡബിൾ ടോണ്ട് മിൽക്കിലെ ഡബിൾ ടോണ്ട് മിൽക്ക് SNF ശതമാനം എത്രയായിരിക്കണം? ഉത്തരം 9.0%. 110. പശുവിൻ പാലിലെ ശരാശരി കൊഴുപ്പ് എത്രയാണ്? ഉത്തരം 3.5%. 4.5%. 111. എരുമപ്പാലിലെ ശരാശരി കൊഴുപ്പ് എത്രയാണ്? ഉത്തരം 6%.
8%. 112. ഹോമോജനൈസ്ഡ് പാൽ എന്നാൽ എന്ത്? ഉത്തരം: പാലിലെ കൊഴുപ്പിനെ തുല്യമായി വിഭജിച്ച പാൽ. ഇതിൽ പാടകെട്ടില്ല. ഭാഗം 32. മലബാർ മിൽമ യൂണിറ്റുകളും ഭരണവും. പാർട്ട് ബി. 113. മലബാർ മിൽമയുടെ MRCMPU കീഴിലുള്ള പ്രധാന ഡയറി പ്ലാന്റുകൾ ഏതെല്ലാം? ഉത്തരം: കാസർഗോഡ്, കണ്ണൂർ, കോഴിക്കോട്, മലപ്പുറം, പാലക്കാട്. 114. മലബാർ മിൽമയുടെ പൗഡർ പ്ലാന്റ്, മിൽക്ക് പൗഡർ പ്ലാന്റ് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഉത്തരം: പാലക്കാട്, മൂന്നൂർക്കോട്. 115. മിൽമയുടെ പരമോന്നത സമിതിയുടെ അധ്യക്ഷനെ തിരഞ്ഞെടുക്കുന്നത് ആരാണ്? ഉത്തരം: അംഗങ്ങളായ ക്ഷീരകർഷകർ തിരഞ്ഞെടുപ്പ് വഴി. 116. ഒരു ക്ഷീര സഹകരണ സംഘം രൂപീകരിക്കാൻ ചുരുങ്ങിയത് എത്ര അംഗങ്ങൾ വേണം? ഉത്തരം: സാധാരണയായി 25 അംഗങ്ങൾ. നിയമങ്ങൾക്കനുസരിച്ച് മാറ്റം വരാം. ഭാഗം 33. പാലുൽപ്പന്ന നിർമ്മാണം, ഡയറി പ്രോഡക്ട്സ് അഡ്വാൻസ്ഡ്. 117. തൈരുണ്ടാക്കുമ്പോൾ പാലിലെ ലാക്ടോസ് എന്തായി മാറുന്നു? ഉത്തരം: ലാക്റ്റിക് ആസിഡ്. 118. ഐസ്ക്രീമിൽ വായു കലർത്തുന്ന പ്രക്രിയയെ എന്ത് വിളിക്കുന്നു? ഉത്തരം: ഓവർറൺ. ഓവർറൺ. 119. വെണ്ണ ഉരുക്കി നെയ്യാക്കുമ്പോൾ ഉണ്ടാകുന്ന അവശിഷ്ടം? ഉത്തരം: നെയ്യ് കക്കി, ജി റെസിഡ്യൂ. 120. പാലിലെ വെള്ളം നീക്കം ചെയ്ത് ഖരരൂപത്തിലാക്കുന്ന ഉൽപ്പന്നം? ഉത്തരം: ഖോവ. ഖോവ. ഭാഗം 34. അടിസ്ഥാന ഗണിതവും അളവുകളും, ബേസിക് മാത്സ്. 121. 1 ലിറ്റർ പാൽ എന്നാൽ എത്ര മില്ലി ലിറ്റർ ഓഫ് ml ആണ്? ഉത്തരം: 1000 മില്ലി ലിറ്റർ. 122. 100 കിലോ പാൽ എന്നാൽ എത്ര ക്വിൻ്റലാണ്? ഉത്തരം: 1 ക്വിൻ്റൽ. 123. ഒരു കണ്ടെയ്നറിൽ 40 ലിറ്റർ പാലുണ്ട്. അതിൽ നിന്ന് 5 ലിറ്റർ വീതമുള്ള എത്ര കുപ്പികൾ നിറയ്ക്കാം? ഉത്തരം: 8 കുപ്പികൾ. 45 = 8. 124. പാലിന്റെ അളവ് അളക്കാൻ ഉപയോഗിക്കുന്ന പ്രധാന യൂണിറ്റ് ഏത്? ഉത്തരം: ലിറ്റർ. ലിറ്റർ. ഭാഗം 35. ലബോറട്ടറി ഉപകരണങ്ങൾ, ലാബ് ഇക്വിപ്മെന്റ്സ്. 125. ബ്യൂറോമീറ്റർ, ബൂട്ടിറോമീറ്റർ എന്തിനാണ് ഉപയോഗിക്കുന്നത്? ഉത്തരം: പാലിന്റെ കൊഴുപ്പ്, ഫാറ്റ് അളക്കാൻ. 126. പാലിലെ ബാക്ടീരിയകളെ നിരീക്ഷിക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം? ഉത്തരം: മൈക്രോസ്കോപ്പ്. മൈക്രോസ്കോപ്പ്. 127. കൃത്യമായ താപനില അറിയാൻ ഉപയോഗിക്കുന്ന ഉപകരണം? ഉത്തരം: തെർമോമീറ്റർ. തെർമോമീറ്റർ. ഭാഗം 36. പാക്കേജിംഗ് ആൻഡ് സ്റ്റോറേജ്. 128. പാൽ പാക്കറ്റുകളിൽ രേഖപ്പെടുത്തേണ്ട പ്രധാന വിവരങ്ങൾ ഏതെല്ലാം? ഉത്തരം: പായ്ക്ക് ചെയ്ത തീയതി, എക്സ്പയറി ഡേറ്റ്, കൊഴുപ്പിന്റെ അളവ്, വില, FSCI നമ്പർ. 129. ശീതീകരിച്ച പാൽ എത്ര താപനിലയിൽ സൂക്ഷിക്കണം? ഉത്തരം: 5 °C താഴെ. 130. പാൽ കേടാകാതെ ദൂരസ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോകാൻ ഉപയോഗിക്കുന്ന വാഹനം? ഉത്തരം: ഇൻസുലേറ്റഡ് മിൽക്ക് ടാങ്കർ. ഇൻസുലേറ്റഡ് മിൽക്ക് ടാങ്കർ. നമ്മളിപ്പോൾ 130 ഭാഗം 37. മിൽമ ഉപോൽപ്പന്നങ്ങൾ, മിൽക്ക് പ്രോഡക്ട്സ്. 131. മിൽമ പേട. പേട പ്രധാനമായും എന്തുകൊണ്ടാണ് നിർമ്മിക്കുന്നത്? ഉത്തരം: പാൽ കുറുക്കി ഉണ്ടാക്കുന്ന ഖോവ, ഖോവ, പഞ്ചസാര എന്നിവ ചേർത്ത്. 132. ഐസ്ക്രീമിൽ വായുക്കുമിളകൾ ചേർക്കുന്ന പ്രക്രിയയുടെ പേര്? ഉത്തരം: ഓവർറൺ. ഓവർറൺ. 133. സിപ്പപ്പ്. സിപ്പപ്പ് നിർമ്മാണത്തിൽ ഉപയോഗിക്കുന്ന പ്രധാന ഘടകങ്ങൾ ഏതെല്ലാം? ഉത്തരം: പാൽ, പഞ്ചസാര, അനുവദനീയമായ ഫ്ലേവറുകൾ. 134. മിൽമ പനീർ. പനീർ നിർമ്മിക്കാൻ പാൽ കട്ടപിടിപ്പിക്കുന്നത് ഏത് താപനിലയിലാണ്? ഉത്തരം: ഏകദേശം 70 °C മുതൽ 75 °C വരെ. 135. പാലിന്റെ ഉപോൽപ്പന്നങ്ങളിൽ ഏറ്റവും കൂടുതൽ ഷെൽഫ് ലൈഫ്. ഷെൽഫ് ലൈഫ് ഉള്ളത് ഏതിന്? ഉത്തരം: നെയ്യ്, ഗീ. ശരിയായി സൂക്ഷിച്ചാൽ 1 വർഷം വരെ കേടാകില്ല. ഭാഗം 38. ഉൽപ്പന്നങ്ങളുടെ ഗുണനിലവാരവും പാക്കേജിംഗും. 136. മിൽമ നെയ് പാക്കറ്റുകളിൽ കാണുന്ന AGM-ARK മുദ്ര എന്തിനെ സൂചിപ്പിക്കുന്നു? ഉത്തരം: കാർഷിക ഉൽപ്പന്നങ്ങളുടെ ഗുണനിലവാരത്തെ, പ്യൂരിറ്റി ആൻഡ് ക്വാളിറ്റി. 137. ഐസ്ക്രീം സൂക്ഷിക്കേണ്ട താപനില എത്ര? ഉത്തരം: -18 °C അല്ലെങ്കിൽ അതിൽ താഴെ.
138. ഗുലാബ് ജാമുൻ മിക്സ് നിർമ്മാണത്തിൽ ഉപയോഗിക്കുന്ന പ്രധാന പൊടി. ഉത്തരം സ്കിംഡ് മിൽക്ക് പൗഡർ. സ്കിംഡ് മിൽക്ക് പൗഡർ. 139. തൈര് പായ്ക്ക് ചെയ്ത ശേഷം സൂക്ഷിക്കേണ്ട താപനില. ഉത്തരം 5 കാരറ്റ് CC താഴെ. 140. പാലിന്റെ ക്രീമിൽ ക്രീം എത്ര ശതമാനം കൊഴുപ്പ് അടങ്ങിയിരിക്കണം? ഉത്തരം കുറഞ്ഞത് 25%. ഭാഗം 39. നിർമ്മാണ പ്രക്രിയകൾ. അഡ്വാൻസ്ഡ് ടെക്നോളജി. 141. ഐസ്ക്രീമിലെ ഐസ് ക്രിസ്റ്റലുകൾ ചെറുതാക്കാൻ സഹായിക്കുന്ന ഘടകം. ഉത്തരം സ്റ്റെബിലൈസറുകൾ. സ്റ്റെബിലൈസേഴ്സ്. 142. വെണ്ണ ബട്ടർ ഉണ്ടാക്കുമ്പോൾ ക്രീമിനെ വേഗത്തിൽ കറക്കുന്ന പ്രക്രിയ. ഉത്തരം ചേണിംഗ്. ചേണിംഗ്. 143. 1 കിലോ നെയ്യ് നിർമ്മിക്കാൻ ഏകദേശം എത്ര ലിറ്റർ പാൽ ആവശ്യമാണ്? ഉത്തരം ഏകദേശം 20 മുതൽ 25 ലിറ്റർ വരെ, കൊഴുപ്പിന്റെ അളവനുസരിച്ച്. 144. ഫ്ലേവേർഡ് മിൽക്ക്. ഫ്ലേവേർഡ് മിൽക്ക് നിർമ്മാണത്തിൽ പാൽ എത്ര നേരം വന്ധ്യംകരിക്കണം? സ്റ്റെറിലൈസേഷൻ. ഉത്തരം 121. കാരറ്റ് CC താപനിലയിൽ 15 മിനിറ്റ്. ഭാഗം 40. മലബാർ മിൽമ. വിപണനവും പ്രവർത്തനവും. 145. മലബാർ മിൽമയുടെ ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കുന്ന ഔട്ട്ലെറ്റുകളുടെ പേര്. ഉത്തരം മിൽമ ഷോപ്പികൾ. മിൽമ ഷോപ്പ്. 146. മിൽമ പ്ലസ്. മിൽമ പ്ലസ് എന്നത് എന്തിന്റെ ബ്രാൻഡ് പേരാണ്? ഉത്തരം മിൽമയുടെ ചില മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളുടെ വാല്യൂ ആഡഡ് പ്രോഡക്ട്സ്. 147. പ്ലാന്റിൽ പാൽ സ്വീകരിക്കുമ്പോൾ ആദ്യം നടത്തുന്ന പരിശോധന. ഉത്തരം പ്ലാറ്റ്ഫോം ടെസ്റ്റ്. പ്ലാറ്റ്ഫോം ടെസ്റ്റ്. ഭാഗം 41. പ്ലാന്റ് അസിസ്റ്റന്റ് ചുമതലകൾ. ജനറൽ നോളജ്. 148. പ്ലാന്റിലെ യന്ത്രങ്ങളിൽ ഗ്രീസ് അല്ലെങ്കിൽ ഓയിൽ പുരട്ടുന്നത് എന്തിനാണ്? ഉത്തരം ഘർഷണം. ഫ്രിക്ഷൻ കുറയ്ക്കാനും തേയ്മാനം തടയാനും. 149. പ്ലാന്റിലെ തറ വൃത്തിയാക്കാൻ ഉപയോഗിക്കുന്ന വെള്ളത്തിന്റെ സ്വഭാവം. ഉത്തരം ക്ലോറിനേറ്റഡ് വാട്ടർ. ക്ലോറിനേറ്റഡ് വാട്ടർ. 150. പ്ലാന്റിലെ വെന്റിലേഷൻ. വെന്റിലേഷൻ എന്തിനാണ് സഹായിക്കുന്നത്? ഉത്തരം ദുർഗന്ധം മാറ്റാനും ഈർപ്പം നിയന്ത്രിക്കാനും. നമ്മൾ 150 ചോദ്യങ്ങൾ വിജയകരമായി പൂർത്തിയാക്കി. ഇനി ബാക്കിയുള്ള 100 ചോദ്യങ്ങൾ 151 മുതൽ 250 വരെ താഴെ നൽകുന്നു. ഇതിൽ സിലബസിലെ ഗണിതം, ഇംഗ്ലീഷ്, പ്ലാന്റ് അസിസ്റ്റന്റ് ചുമതലകൾ, സുരക്ഷ എന്നിവയെല്ലാം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഭാഗം 42. പാൽ അളവും ഗണിതവും. മാത്തമാറ്റിക്സ്. 151. 1000 ലിറ്റർ പാൽ എന്നാൽ എത്ര ക്യൂബിക് മീറ്റർ? കാരറ്റ് 3 ആണ്. ഉത്തരം 1 ക്യൂബിക് മീറ്റർ. 152. പാലിന്റെ ഫാറ്റ്. ഫാറ്റ് 4%വും SNF 8.5%വുമാണെങ്കിൽ ടോട്ടൽ സോളിഡ്സ്. ടോട്ടൽ സോളിഡ്സ് എത്ര? ഉത്തരം 12.5%. 4 + 8.5. 153. 1 ലിറ്റർ പാലിന്റെ ഭാരം ഏകദേശം എത്ര ഗ്രാം വരും? ഉത്തരം 1030 ഗ്രാം. 1.03 കിലോ. 154. 50 പൈസയുടെ 20 നാണയങ്ങൾ ചേർന്നാൽ എത്ര രൂപയാകും? ഉത്തരം 10 രൂപ. 155. 1, 4, 9, 16. അടുത്ത സംഖ്യ ഏത്? ഉത്തരം 25. 5, 2. ഭാഗം 43. അടിസ്ഥാന ഇംഗ്ലീഷ്. ബേസിക് ഇംഗ്ലീഷ്. 156. ഡെയറി എന്ന വാക്കിന്റെ അർത്ഥം. ഉത്തരം പാലുൽപ്പന്നശാല. 157. ബാക്ടീരിയ എന്ന വാക്കിന്റെ ഏകവചനം. സിംഗുലർ. ഉത്തരം ബാക്ടീരിയം. 158. He underscore to the dairy every day. Go, goes. ഉത്തരം goes. 159. പ്യൂർ എന്ന വാക്കിന്റെ വിപരീത പദം. ഓപ്പോസിറ്റ്. ഉത്തരം ഇംപ്യൂർ അഡൾട്ടറേറ്റഡ്. 160. മിൽമ എന്നതിന്റെ പൂർണ്ണരൂപം. ഉത്തരം കേരള കോ ഓപ്പറേറ്റീവ് മിൽക്ക് മാർക്കറ്റിംഗ് ഫെഡറേഷൻ. ഭാഗം 44. പ്ലാന്റ് പ്രവർത്തനങ്ങൾ. പ്ലാന്റ് ഓപ്പറേഷൻസ്. 161. പ്ലാന്റിലെ വായുവിന്റെ ഈർപ്പം അളക്കാൻ ഉപയോഗിക്കുന്നത്. ഉത്തരം ഹൈഗ്രോമീറ്റർ. ഹൈഗ്രോമീറ്റർ. 162. പാൽ പാക്കറ്റുകൾ തണുപ്പിക്കാൻ ഉപയോഗിക്കുന്ന വെള്ളം. ഉത്തരം ചിൽഡ് വാട്ടർ. ചിൽഡ് വാട്ടർ. 163. പൈപ്പുകളിലെ മർദ്ദം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം. ഉത്തരം
പ്രഷർ ഗേജ്, പ്രഷർ ഗേജ്. 164. പ്ലാന്റിലെ ഓവൻ എന്തിനാണ് ഉപയോഗിക്കുന്നത്? ഉത്തരം ഗ്ലാസ് പാത്രങ്ങൾ വന്ധ്യംകരിക്കാൻ, സ്റ്റെറിലൈസേഷൻ. 165. വേസ്റ്റ് വാട്ടർ ട്രീറ്റ്മെന്റ് പ്ലാന്റ് ETP എന്തിനാണ്? ഉത്തരം പ്ലാന്റിലെ മലിനജലം ശുദ്ധീകരിക്കാൻ. ഭാഗം 45. വിവിധ ടെസ്റ്റുകൾ, ലബോറട്ടറി ടെസ്റ്റ്സ്. 166. അകിട് വീക്കം, മസ്റ്റൈറ്റിസ് ഉള്ള പാലിന്റെ ഇഫ് എത്രയായിരിക്കും? ഉത്തരം 6.7 മുകളിൽ. 167. പാലിലെ ജലാംശം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം. ഉത്തരം ലാക്ടോമീറ്റർ. അതരിക്തമായി ക്രയോസ്കോപ്പും ഉപയോഗിക്കുന്നു. 168. റെസസുറിൻ ടെസ്റ്റ് എന്തിനാണ്? ഉത്തരം ബാക്ടീരിയയുടെ സാന്നിധ്യം പെട്ടെന്ന് കണ്ടെത്താൻ. 169. പാലിന്റെ പിങ്ക് നിറം സൂചിപ്പിക്കുന്നത് എന്താണ്? ഉത്തരം പാലിൽ സാന്നിധ്യം. ഭാഗം 46. പ്രഥമ ശുശ്രൂഷ, ഫസ്റ്റ് എയ്ഡ്. 170. ഒരാൾക്ക് വൈദ്യുതി ആഘാതമേറ്റാൽ ഇലക്ട്രിക് ഷോക്ക് ഉടൻ ചെയ്യേണ്ടത്. ഉത്തരം മെയിൻ സ്വിച്ച് ഓഫ് ചെയ്യുക. 171. വിഷവാതകം ശ്വസിച്ച ആളെ എങ്ങോട്ട് മാറ്റണം? ഉത്തരം തുറസായ സ്ഥലത്തേക്ക്, ഫ്രഷ് എയർ. 172. മുറിവുകളിൽ നിന്ന് രക്തം വരുന്നത് തടയാൻ എന്തു ചെയ്യണം? ഉത്തരം മുറിവ് ഉയർത്തിപ്പിടിക്കുകയും മർദ്ദം നൽകുകയും ചെയ്യുക. ഭാഗം 47. മലബാർ മിൽമ, പൊതുവിജ്ഞാനം. 173. കേരളത്തിലെ ഏറ്റവും വലിയ ഡയറി ഏത്? ഉത്തരം എറണാകുളം ഡയറി. സിലബസ് ശ്രദ്ധിക്കുക, പക്ഷേ മലബാർ മിൽമയിൽ പാലക്കാട് പ്രധാനമാണ്. 174. ക്ഷീരകർഷകർക്ക് ഇൻഷുറൻസ് നൽകുന്ന മിൽമയുടെ പദ്ധതി. ഉത്തരം ക്ഷീരസാന്ത്വനം. 175. പാലിന്റെ കൊഴുപ്പിനനുസരിച്ച് വില നിശ്ചയിക്കുന്ന രീതി. ഉത്തരം ഫാറ്റ് കം SNF അടിസ്ഥാനത്തിൽ. ഭാഗം 48. ഉപകരണങ്ങളുടെ അറ്റകുറ്റപ്പണി. 176. മോട്ടോറുകൾ ചൂടാകുന്നത് തടയാൻ എന്ത് ചെയ്യണം? ഉത്തരം ഓയിലിംഗും വായുസഞ്ചാരവും ഉറപ്പാക്കണം. 177. സെപ്പറേറ്റർ ഡിസ്കുകൾ കഴുകാൻ ഉപയോഗിക്കുന്ന ബ്രഷ് ഏത് തരമാണ്? ഉത്തരം നൈലോൺ ബ്രഷുകൾ. ഭാഗം 49. പൊതുവിജ്ഞാനം, ജനറൽ നോളജ്. 178. കേരളത്തിന്റെ ക്ഷീരവികസന വകുപ്പ് മന്ത്രി ആര്? ഉത്തരം നിലവിലെ മന്ത്രിയുടെ പേര് നോക്കുക, ജെ ചിഞ്ചുറാണി. 179. വെളുത്ത വിപ്ലവത്തിന് ഇന്ത്യയിൽ തുടക്കം കുറിച്ച സംസ്ഥാനം. ഉത്തരം ഗുജറാത്ത്. ബാക്കി ചോദ്യങ്ങൾ. 180 മുതൽ 200. പ്ലാന്റ് മെയിൻ്റനൻസ് ആൻഡ് സുരക്ഷ, ടെക്നിക്കൽ സേഫ്റ്റി. 180. അമോണിയ ഗ്യാസ് ചോർച്ചയുണ്ടായാൽ കണ്ണുകളിൽ എന്തൊഴിക്കണം? ഉത്തരം ശുദ്ധമായ വെള്ളം ധാരാളം ഒഴിക്കുക. 181. മെഷീനുകളിലെ ബെയറിങ്സ് ചൂടാകുന്നത് തടയാൻ എന്ത് ചെയ്യണം? ഉത്തരം ലൂബ്രിക്കേഷൻ ഓയിൽ അല്ലെങ്കിൽ ഗ്രീസ് ഇടുക. 182. പ്ലാന്റിലെ ബോയിലറുകളിൽ ഉപയോഗിക്കുന്ന ഇന്ധനം ഏത്? ഉത്തരം ഫർണസ് ഓയിൽ അല്ലെങ്കിൽ LPG. 183. പ്ലാന്റിലെ പുകക്കുഴലുകൾ, ചിമ്നീസ് എത്ര ഉയരത്തിലായിരിക്കണം? ഉത്തരം മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ മാനദണ്ഡങ്ങൾ അനുസരിച്ച് സാധാരണയായി 30 മീറ്ററിൽ കൂടുതൽ. 184. ഇലക്ട്രിക്കൽ തീ അണയ്ക്കാൻ വെള്ളം ഉപയോഗിക്കാമോ? ഉത്തരം ഇല്ല, ഷോക്കേറ്റേക്കാം. CO_2 എക്സ്റ്റിങ്ക്വിഷറാണ് ഉപയോഗിക്കേണ്ടത്. ഭാഗം 51. പാലിന്റെ ഗുണനിലവാരം, ആഴത്തിലുള്ള അറിവ്. 185. അഡൾട്ടറേഷൻ എന്നാൽ എന്ത്? ഉത്തരം പാലിൽ ലാഭത്തിനായി മായം ചേർക്കുന്നത്. 186. പാലിലെ കൊഴുപ്പ് കൂടുമ്പോൾ ലാക്ടോമീറ്റർ റീഡിംഗിൽ CLR എന്തു മാറ്റം വരും? ഉത്തരം റീഡിംഗ് കുറയും. 187. പാലിൽ യൂറിയ ചേർക്കുന്നത് എന്തിനാണ്? ഉത്തരം പാലിന്റെ SNF വ്യാജമായി വർദ്ധിപ്പിക്കാൻ. 188. പാലിന്റെ സാധാരണ ആൽബുമിൻ പ്രോട്ടീൻ എത്ര ശതമാനമാണ്? ഉത്തരം 0.4%, 0.5%. 189. പാലിൽ വിറ്റാമിൻ C കുറവാണോ? ഉത്തരം അതെ, പാലിൽ വിറ്റാമിൻ C വളരെ കുറവാണ്. ഭാഗം 52. ഡയറി മൈക്രോബയോളജി.
190. രോഗമുണ്ടാക്കുന്ന ബാക്ടീരിയകളെ വിളിക്കുന്ന പേര്. ഉത്തരം പത്തോജനുകൾ, പാത്തോജൻസ്. 191. പാലിലെ കോളിഫോം. കോളിഫോം ബാക്ടീരിയ എന്തിനെ സൂചിപ്പിക്കുന്നു? ഉത്തരം ശുചിത്വമില്ലായ്മയെ, ഫീക്കൽ കണ്ടാമിനേഷൻ. 192. പാലിനെ ബാഷ്പീകരിച്ച് കണ്ടൻസിംഗ് സൂക്ഷിക്കുമ്പോൾ ബാക്ടീരിയകൾക്ക് എന്ത് സംഭവിക്കുന്നു? ഉത്തരം ബാക്ടീരിയകളുടെ എണ്ണം കുറയുന്നു. ഭാഗം 53. അടിസ്ഥാന ഗണിതം, മാത്തമാറ്റിക്സ്, പാർട്ട് 2. 193. ഒരു ചതുരത്തിന്റെ പരപ്പളവ്, ഏരിയ കാണാനുള്ള സൂത്രവാക്യം. ഉത്തരം നീളം ടൈംസ് വീതി, L ടൈംസ് B. 194. 100 ലിറ്ററിന്റെ 10% എത്രയാണ്? ഉത്തരം 10 ലിറ്റർ. 195. ഒരാൾ 500 രൂപയുടെ സാധനം വാങ്ങി 1000 രൂപ നൽകിയാൽ തിരിച്ചു ലഭിക്കുന്ന തുക. ഉത്തരം 500 രൂപ. 196. ഒരു മണിക്കൂറിൽ എത്ര മിനിറ്റുകൾ ഉണ്ട്? ഉത്തരം 60 മിനിറ്റ്. 197. 25ന്റെ വർഗ്ഗമൂലം, സ്ക്വയർ റൂട്ട് എത്ര? ഉത്തരം 5. ഭാഗം 54. ഇംഗ്ലീഷ് ഭാഷാ പരിജ്ഞാനം, ഇംഗ്ലീഷ്. 198. സേഫ്റ്റി ഫസ്റ്റ് എന്നതിന്റെ ഡയറി മൈക്രോബയോളജി, ഡയറി മൈക്രോബയോളജി. 190. രോഗമുണ്ടാക്കുന്ന ബാക്ടീരിയകളെ വിളിക്കുന്ന പേര്. ഉത്തരം പത്തോജനുകൾ, പാത്തോജൻസ്. 191. പാലിലെ കോളിഫോം. കോളിഫോം ബാക്ടീരിയ എന്തിനെ സൂചിപ്പിക്കുന്നു? ഉത്തരം ശുചിത്വമില്ലായ്മയെ, ഫീക്കൽ കണ്ടാമിനേഷൻ. 192. പാലിനെ ബാഷ്പീകരിച്ച് കണ്ടൻസിംഗ് സൂക്ഷിക്കുമ്പോൾ ബാക്ടീരിയകൾക്ക് എന്ത്